രാജ്യത്തെ ഇന്ധനവില വർധനവിൽ ജനരോഷം ശക്തമാവുകയാണ്. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചതിന് പിന്നാലെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. 3 രൂപയോളം വർധനവുണ്ടായിരിക്കുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. രാജ്യത്തെ ഇന്ധനവില വർധനവിൽ ജനരോഷം ശക്തമാവുകയാണ്. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചതിന് പിന്നാലെ കടുത്ത പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്നുയരുന്നത്. പെട്രോൾ വില ലിറ്ററിന് 110.76 രൂപയിലേക്കും ഡീസൽ വില 99.64 രൂപയിലേക്കുമാണ് തിരുവനന്തപുരത്ത് ഉയർന്നിരിക്കുന്നത്. 3 രൂപയോളം വർധന ഉണ്ടായിരിക്കുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുവെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ ഇന്ധനവില വർദ്ധിച്ചിരിക്കുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരുന്നതിന് സംഘർഷം കാരണമാകുന്നുണ്ട്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണിപ്പോൾ പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്ധനവിലയിലെ വർധനവ് നിത്യജീവിതത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും ജീവിത ചെലവ് ഉയർത്തുമെന്നും ചൂണ്ടിക്കാട്ടി പെട്രോൾ പമ്പുകളിൽ എത്തിയാണ് ഉപഭോക്താക്കൾ പ്രതിഷേധിച്ചത്. ഇന്ധനവിലയിലെ വർധനവ് പച്ചക്കറികളുടെയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കും. അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്നതിനാൽ ഇന്ധന ഉപയോഗം എല്ലാവരും കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദിവസങ്ങൾക്ക് മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര സംഘർഷങ്ങൾ അവസാനിച്ചില്ലെങ്കിൽ ഇന്ധനവില ഇനിയും ഉയരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിലിന് ബാരലിന് $70 നിന്ന് $126 ഉയർന്നതിന് പിന്നാലെയാണ് ഇന്ത്യയിലെ ഇന്ധനവില ഉയർത്തിയത്. ഇന്ധനവില കുതിച്ചുയരുന്നത് യാത്രാച്ചിലവ്, ഭക്ഷ്യസാധനങ്ങളുടെ വില തുടങ്ങി സർവ്വമേഖലയിലും വർധനവ് പ്രകടമാക്കും. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് വില വർദ്ധിക്കുന്നതോടെ സാധനങ്ങളുടെ ഇറക്കുമതി ചിലവും ഉയരും. ഇതാണ് നിത്യോപയോഗ സാധനങ്ങളുടെ ഉൾപ്പെടെ വില കൂടുന്നതിന് കാരണമാകുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.